വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് PG ഗ്യാപ്പ് 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് PG അഡ്മിഷൻ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒന്നാമത് കാണുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ KPIDയും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിക്കും കൃത്യമായി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നമുക്ക് ഓരോ കാര്യം നോക്കാം. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനിൽ, അതായത് ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം 10 ഓപ്ഷനാണ് കൊടുത്തെങ്കിൽ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിലും എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 575 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 145 രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ അടക്കേണ്ടതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിങ്ങളുടെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പരമാവധി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടക്കുന്നവരാണെങ്കിൽ UPI സിസ്റ്റം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ ബാങ്ക് സംവിധാനത്തിലൂടെ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വളരെ കൃത്യമായ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് UPI വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ പേയ്മെൻറ്റ് അടക്കുവാൻ സാധിക്കുന്നതാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ എല്ലാ വിദ്യാർത്ഥികളും അടക്കുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 3ാമത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഈ കിട്ടിയ 3ാമത് ഓപ്ഷൻ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് 1, 2 നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1, 2 നിങ്ങൾ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞാൽ 3ാമത് ഓപ്ഷൻ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 4ാമത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒന്നും, അതായത് ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലെ വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 1, 2, 3 കോളേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ 4ാമതാണെങ്കിൽ 4ാമത്തെ കോളേജിൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥി ജസ്റ്റ് ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അല്ലാത്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുക. ഇനി എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിലും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗികമായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ കിട്ടിയ കോളേജ് നിലനിർത്തണമെങ്കിൽ പൂർണ്ണമായിട്ടും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 1-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ജൂലൈ 1-നുള്ളിൽ അടക്കാതെ വിദ്യാർത്ഥികളെ പൂർണ്ണമായിട്ടുമുള്ള മറ്റു അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. പിന്നീട് ഒരിക്കലും അലോട്ട്മെൻറ്റ് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇക്കാര്യം വളരെ കൃത്യമായി വിദ്യാർത്ഥി മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ കാര്യം മാത്രമാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുക, റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് 2ാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ജൂലൈ 1-ാം തീയതി ശേഷം വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്തവരുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതിന് ശേഷമുള്ള അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് അലോട്ട്മെൻറ്റ് ഉണ്ട്. അത്തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കൂടാതെ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റി പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾ. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന്, നിങ്ങൾ പഠിച്ച കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട്, അതായത് നിങ്ങൾ പഠിച്ചത് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ കളക്ട് ചെയ്യുക. രണ്ടാമതായിട്ടുള്ള കാര്യം, കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ മാർക്ക്, ഗ്രേഡ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ, അതായത് മാർക്ക് ശതമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളും മാർക്ക് ശതമാന വിവരങ്ങൾ തെളിയിക്കുന്ന സാക്ഷ്യപത്രം നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് അഡ്മിഷൻ നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ കേരളത്തിൽ PG അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ SSLC, +2, ഡിഗ്രി, അതേപോലെ TC, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ NSS
SSC അങ്ങനെ ഏതെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ OBC വിഭാഗക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇനി മറ്റു വിഭാഗക്കാർ SC/ST ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം നിങ്ങൾ ഉടൻ എത്തിക്കേണ്ടത്. അതാണ് നിങ്ങൾ കൈവശം ഇല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ കൈവശം നിങ്ങൾ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് അടുത്ത അപ്ഡേറ്റ്സ് വരുന്നത് കൃത്യമാണ് വിദ്യാർത്ഥി ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് വെക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.